ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തു വരികയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമുക്ക് തുടരുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ വന്ന ടാറ്റ കെമിക്കൽസിൻ്റെ റിസൾട്ടാണ്. ടാറ്റ കെമിക്കൽസ് 21 കോടിയുടെ ലോസാണ് 2025 Q3 രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷത്തെ 194 കോടിയുടെ പ്രോഫിറ്റിനെ അപേക്ഷിച്ച് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു ഇത്. നല്ലൊരു കുറവ് വന്നിട്ടുണ്ട്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട ചില നമ്പേഴ്സ് കൂടി പരിശോധിക്കാം. ഒന്നാമത്തെ പോയിന്റ് റവന്യൂ ആണ്. അത് 3590 കോടിയായിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ 3.8% കുറവ് വന്നിട്ടുണ്ട്. അതിൽ എബിറ്റയും 19.9%, ഏകദേശം 20% തന്നെ ഇയർ ഓൺ ഇയർ കുറവ് വന്നിട്ടുണ്ട്. 434 കോടിയായിട്ടുണ്ട്. എബിറ്റ മാർജിനും കഴിഞ്ഞ വർഷം 14.5% ആയിരുന്നു. ഈ വർഷം അത് 12.1% കുറഞ്ഞിട്ടുണ്ട്. ഇനി ഈ നമ്പേഴ്സിൻ്റെ ഒന്നിച്ച് ചെറിയൊരു ഇൻഫർമേഷൻ കൂടി പാസ് ചെയ്യാം. പലർക്കും അറിയുന്ന കാര്യങ്ങളാണ്, എങ്കിലും അറിയാത്തവർക്ക് അറിയാൻ വേണ്ടി. എബിറ്റ എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഇത് കമ്പനിയുടെ ഓപ്പറേഷണൽ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട മെട്രിക്കാണ്. ഇനി ഈ ടാറ്റ കെമിക്കലിൻ്റെ ഈ ഒരു ലോസിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഒന്നാമത്തെ കാരണം സോഡ ആഷിൻ്റെ പ്രൈസ് കുറഞ്ഞതാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ തന്നെ സോഡ ആഷിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. അത് കമ്പനിയുടെ റവന്യൂ കുറയാൻ സ്വാഭാവികമായിട്ട് കാരണമായി. അത് പ്രോഫിറ്റിനെ ബാധിച്ചിട്ടുണ്ട് കമ്പനിയെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം US ഫിക്സഡ് കോസ്റ്റ് അല്പം വർദ്ധിച്ചതാണ്. അവിടുത്തെ ഒരു പ്ലാന്റ് ഔട്ടേജ് കാരണം ഓപ്പറേഷൻ എക്സ്പെൻസ് വർദ്ധിക്കാൻ കാരണമായി. അങ്ങനെ അവിടെയുള്ള ഒരു ഫിക്സഡ് കോസ്റ്റിൻ്റെ വർധനവും ഇതിൻ്റെ ലോസിന് കാരണമായിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം എക്സെപ്ഷണൽ ചാർജ് ആയിട്ട് 70 കോടി ഉണ്ട്. അത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ എംപ്ലോയി ടെർമിനേഷൻ ബെനിഫിറ്റ്സ് പെടുന്നുണ്ട്. UK ഒരു പ്ലാന്റിൻ്റെ ഡീകമ്മീഷനിങ് കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ മറ്റു ചില ചെറിയ കോസ്റ്റുകളും ആ ഒരു 70 കോടിയിൽ പെടുന്നുണ്ട്. പിന്നെ ഈ റിസൾട്ട് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാരണം ഡെപ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ടാറ്റ കെമിക്കൽസിൻ്റെ ഗ്രോസ് ഡെപ്റ്റ് 6722 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നെറ്റ് ഡെപ്റ്റ് 5329 കോടിയായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കടമെടുക്കുന്നത് പൈസ ആവശ്യമുള്ളതുകൊണ്ട് തന്നെയാണ്, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഈ ഒരു റിസൾട്ടിലുള്ള. ഇനി ചെറിയൊരു ഇൻഫർമേഷൻ കൂടി തരാം അതിൻ്റെ ഒന്നിച്ച്. നെറ്റ് ഡെപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഡെപ്റ്റ് മൈനസ് ക്യാഷ് റിസർവ്സ് ആണ്. സ്വാഭാവികമായിട്ട് അറിയുന്ന പോലെ തന്നെ ഡെപ്റ്റ് എത്രത്തോളം കൂടുന്നത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് നല്ലതല്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഫോർമാറ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ജസ്റ്റ് ന്യൂസ് ഇൻഫർമേഷൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഫണ്ടമെൻ്റൽ അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ടേംസിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഈ ഒരു റിസൾട്ട് വളരെ നെഗറ്റീവ് ആണെന്നും പറയാൻ പറ്റില്ല. ഒരു ഷോർട്ട് ടേം ചാലഞ്ചുകളായിരിക്കാം ഈ ഒരു ലോസിന് കാരണമായിട്ട് മാറിയത്. ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ കൺട്രികളിൽ നല്ലൊരു ഗ്രോത്താണ് ഈ കമ്പനി കാണിക്കുന്നത്. അതുകൂടാതെ സോഡ ആഷ്, ബൈകാർബണേറ്റ്, സാൾട്ട് എന്നിവയുടെ സെയിൽസും ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ടുള്ള കാര്യം 70 KTPA ഫാർമ സാൾട്ട് പ്ലാന്റ് UK അവർ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള വരുമാനവും കമ്പനിയുടെ റിസൾട്ട് ഭാവിയിൽ ബൂസ്റ്റ് ചെയ്യാം. പക്ഷേ ഷോർട്ട് ടേമിൽ ഈ ഒരു ഡിമാൻഡ് സപ്ലൈ ഇഷ്യൂസ് കമ്പനിയുടെ റിസൾട്ട് ബാധിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ടാറ്റ കെമിക്കൽസിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.